കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ കേസിൽ പ്രതി ഷജിലിന് ജാമ്യം ലഭിച്ചു. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ കെ വി വിവരങ്ങൾ നൽകും. രാഹുൽ, 11 മാസത്തിന് ശേഷമാണ് ഈ അപകടത്തിന് പിന്നാലെ ഇയാൾ പോലീസ് പിടിയിലാകുന്നതൊക്കെ. ഇപ്പോൾ ജാമ്യം അനുവദിക്കുമ്പോൾ ജാമ്യോപാധികൾ എന്തൊക്കെയാണ്? അക്ഷയ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17 രാത്രിയിലാണ് അപകടം ഉണ്ടാകുന്നത്. ദൃഷാന ഇപ്പോഴും തളർന്നു കിടപ്പ് തന്നെയാണ്. കുട്ടിയുടെ മുത്തശ്ശി ബേബി പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തു. ഷജീലിനെതിരെ 2 കേസുകളാണ്. ഒന്ന് അശ്രദ്ധ മൂലമുണ്ടായ അപകട മരണം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കുറ്റം, അതുപോലെ ഈ വാഹനം മറ്റൊരു മതിലിടിച്ചെന്ന് കാട്ടി ഇയാൾ ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയിരുന്നു. അങ്ങനെ 2 കേസുകളാണ് ഉള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആ കേസിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കോടതി ഏതായാലും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയ കേസിൽ ഹൈക്കോടതി നേരത്തെ തന്നെ ഷജീലിന് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. നാദാപുരം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റേത് വടകര പോലീസാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ്. ഉപാധികൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഏതായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയത് കൊണ്ട് തന്നെ ഷജീലിന് ജാമ്യം കിട്ടുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. 11 മാസങ്ങൾക്ക് ശേഷമാണ് ഷജീൽ പിടിയിലായത്. ഇയാൾ UAE പോവുകയായിരുന്നു, അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഇന്നലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിയ സമയത്ത് ഇമിഗ്രേഷൻ വിഭാഗമാണ് കസ്റ്റഡിയിലെടുത്തത്. അതായത് വിദേശത്തേക്ക് പോയത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിലെത്തിയാലും പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വടകരയിലേക്ക് എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേസിൽ 2 ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കുറ്റപത്രം നൽകുന്നതോടുകൂടി ദൃഷാനയുടെ കുടുംബത്തിന് അപകട ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും സാധിക്കും.